ഹലോ അസ്സാം വലൈക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടത്. മുറ്റം നമ്മൾ അടിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും. ഇങ്ങനെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ മുറ്റത്ത് കാട്ടാം. അതുകൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ അത് അവരുടെ തെങ്ങ് ഇവിടെ നിന്ന് കുട്ടികൾക്ക് ഒന്നും നിൽക്കാനേ പറ്റില്ല. ആ തെങ്ങുമെന്നുള്ള സാധനങ്ങളും നമ്മളെ മുറ്റത്ത് കാട്ടോ. എല്ലാവരും ചാടി ചാടി നമ്മൾ ബാക്കിയാണ്. കണ്ടോ അവസ്ഥ. അടിച്ചു ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആവും കേട്ടോ. ഇപ്പം അടിച്ചു വരാൻ നിൽക്കുകയാണ്. പിന്നെ ഒന്ന് മഞ്ചേരിയത്തെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ ഉമ്മാനെ പോയി കണ്ടിട്ട്. ഉമ്മാക്ക് ഇപ്പോൾ അറ്റാക്ക് വന്ന് ബൈപ്പാസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റണില്ല. മറ്റേത് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് അവിടെ പോയിരുന്നതാണ്. ഇപ്പോൾ പോകാനും പറ്റാറില്ല. മിഥുന് ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട് നമ്മളെ പാടൊക്കെ ഇങ്ങനെ കളച്ച് മാന്തിയിട്ടിരിക്കുന്നു. ഇനി ഇവരെന്തൊക്കെയോ കൃഷി ചെയ്യും കേട്ടോ. ഇപ്പോൾ നെല്ലിൻ്റെ കഴിഞ്ഞപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വെള്ളരിക്കയോ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തും. അതും പറിച്ച് കഴിയുമ്പോഴേക്കും മഴക്കാലമാവും. കുറച്ച് കാലം വെള്ളം കെട്ടിക്കിടക്കും, കടൽ പോലെ. അത് കഴിഞ്ഞാൽ വീണ്ടും മഴ തോർന്നു കഴിഞ്ഞാൽ ശരിയായി കഴിഞ്ഞാൽ പിന്നെ നെല്ലായിട്ടോ. അപ്പോൾ അപ്പുറത്ത് എന്തൊക്കെയോ കുഴിച്ചിട്ടിരിക്കുന്നവർ അപ്പോൾ കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പിന്നെ ഇനി ഇന്ന് ഞാനും കുട്ടികളും മഞ്ചേരി പോവാണ് കേട്ടോ. മഞ്ചേരിയിൽ ഉമ്മാനെ കാണാൻ പോവാണ്. കുറേ ദിവസമായി ഉമ്മാനെ കണ്ടിട്ട്. ഇത്ര ദിവസമൊന്നും സത്യം പറഞ്ഞാൽ ഉമ്മാനെ കാണാതെ നിന്നിട്ടില്ല. അപ്പോൾ ആ ബൈപ്പാസ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മാക്ക് ഇങ്ങോട്ട് വല്ലാതെ ഒന്ന് യാത്ര ചെയ്ത് വരാനും വയ്യ. എനിക്ക് കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും പോകാൻ വയ്യ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ദിയാമോൾ നോമ്പിൻ്റെ മുന്നേ ഒരു 4 ദിവസം നിൽക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഉമ്മാനെ പോയിട്ട് കണ്ടുവരാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദിവസത്തിനൊന്നും പോവല്ല കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് പോയിട്ട് നാളെ തന്നെ വരും കേട്ടോ. കാരണം മിത്തൂസിന് ക്ലാസ് ഉണ്ട്. അവൾക്ക് അവിടെ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് അങ്ങാടി ടൗണിലൊന്നുമല്ല വീട്, കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അവിടുന്ന് കോളേജിൽ എത്തണമെങ്കിൽ 3 ബസ് കയറണം. അപ്പോൾ വരവും പോക്കും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് തന്നെ വരും. ഇല കൊഴിയണ സമയമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ 10 മിനിറ്റ് ഇപ്പോൾ ക്ലീനാക്കിയാൽ അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. ഇത്ര ഇലകൾ കൊഴിഞ്ഞു. ഒരു മൊത്തം ഇല കേട്ടോ. ഇങ്ങനെയാണ് അവസ്ഥകൾ. പിന്നെ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫുള്ള് മരങ്ങളാണ്. നമ്മളെ ഈ പറമ്പിലുള്ള മരങ്ങളും ഉണ്ട്, പുറത്തുള്ള മരങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര അടിച്ച് ക്ലീൻ ആക്കിയാലും കുറച്ച് സമയം നിൽക്കുള്ളൂ. സാധാരണ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മാനോട് 10 മണിക്ക് എത്തും എന്ന് പറയും. എന്നിട്ട് പിന്നെ പറയുമ്പോൾ വിളിക്കുമ്പോൾ പറയും 12 മണിയായി. ഞാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളോട് എത്താറുള്ളത് കേട്ടോ. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി വരുമ്പോഴേക്കും ഏകദേശം നല്ല ടൈമാവും. അങ്ങനെ ചൂല് രാവിലെ തന്നെ ഞങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് സാധാരണ. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല കേട്ടോ. ചായയും കടി ഉണ്ടാക്കാനോ ചായ കുടിക്കാനൊന്നും നിൽക്കുന്നില്ല. അടിച്ചു വാരുക, അകൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പണികളൊന്നും ചെയ്യാതെ നേരെ പോകാനുള്ള പരിപാടി കേട്ടോ. വെറുതെ അടിച്ചുവാരി ക്ലീൻ ആക്കുക കേട്ടോ. നമ്മുടെ ഒരു സമാധാനത്തിന് അടിച്ചുവാരി ക്ലീൻ ആക്കുക, അത്രയേ ഉള്ളേ. കാരണം ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും അതേപോലെ തന്നെയാവും. പക്ഷേ അത് എഴുതിയിട്ട് രാവിലെ നമുക്ക് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. ഇനി ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം എല്ലാ പ്രാവശ്യം ഉമ്മാനോട് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 മണി 3 മണിയാവും അവിടെ എത്താൻ. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനോ കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കലും അത് കഴുകി വെക്കലും അങ്ങനെ വീണ്ടും ടൈം വേഗം. അപ്പോൾ ഉമ്മാനെ എന്നും ഞങ്ങൾ നേരത്തെ വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എത്തുമ്പോൾ ഏകദേശം 2-3 മണിയൊക്കെ ആകുമ്പോൾ എത്താൻ. അപ്പോൾ ലാമിക്കാണെങ്കിൽ ഈ ചോറ് തന്നെ വേണം. വേറെ പലഹാരങ്ങളോ ബേക്കറിയോ അങ്ങനത്തെ ഒന്നും ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ പറ്റില്ല. അപ്പോൾ ഉമ്മ ഫുഡ് ഉണ്ടാക്കണോ ചോദിക്കുമ്പോൾ ഉണ്ടാക്കിക്കോന്നും പറയും. എന്നിട്ട് പിന്നെ പറഞ്ഞ സമയത്ത് ഞങ്ങളവിടെ എത്താറില്ല. സാധാരണ അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇന്ന് പതിവ് തെറ്റിച്ച് നേരത്തെ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നാളെ തന്നെ ഇങ്ങോട്ട് വരും വേണ്ടേ. അപ്പോൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. ലാമി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവളെ ഒന്ന് ഫ്രഷ് ആക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മഞ്ചേരത്ത് വിട്ടു. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ
അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. കാരണം എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്താ വേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേറെ ഉണ്ട്, പക്ഷേ അതെല്ലാം കൂടി കാണിക്കാൻ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ മാഷാ അല്ലാഹ് അവർ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഫാമിലിയും തന്നതാണ് കേട്ടോ. അവർ നമുക്ക് മെയിൽ അയച്ച് എന്തെങ്കിലും വേണോ, നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് തരണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും വേണോ ചോദിച്ചപ്പോൾ നമുക്ക് പറയാനും പണ്ടേ മടിയാണ്. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ സത്യം പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ കൊണ്ട് തന്നെ വാങ്ങിക്കാൻ എനിക്ക് മടിയുള്ള ആളാട്ടെ ഞാൻ. ഇനിയിപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിൽ പോലും ഒരു അത്യാവശ്യ സാധനം എനിക്ക് വളരെ അത്യാവശ്യമുള്ളതൊക്കെയാണ് പറയാം, എന്നാലും ഞാൻ ഒപ്പിച്ചൊപ്പിച്ച് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ കണ്ടറിഞ്ഞ് തരുന്നത് സ്വീകരിക്കുക എന്നല്ലാതെ ചോദിച്ച് വാങ്ങണ പരിപാടി എനിക്കില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയാമെന്ന് എനിക്കൊരു പിടുത്തമല്ല. അവസാനം ഞാൻ പറഞ്ഞത് എനിക്കൊരു ടേബിൾ ഫാൻ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ഓറിയൻറ്റിൻ്റെ നല്ലൊരു ഫാനാണ് കൊടുത്തയച്ചിട്ടുള്ളത് മാഷാ അല്ലാഹ്. അപ്പോൾ അവരെ ഭർത്താവിനും കുടുംബത്തിനും അതിൻ്റെ മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. പാവങ്ങളെ സഹായിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, തന്നെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും കൊടുക്കണമെന്ന് മനസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപാട് ഉണ്ടാവട്ടെ അല്ലേ, സമ്പത്തൊക്കെ വർദ്ധിക്കട്ടെ. കാരണം ഒരുപാട് പാവപ്പെട്ടവരെ കൂടി സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാഷാ അല്ലാഹ് അവർക്ക് ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. നിങ്ങളൊന്ന് ആമയും പറയണം കേട്ടോ. കാരണം ഇല്ലാത്ത ആളുകൾക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സൂചി ആയാലും ഒരു നൂലായാലും അത് വലിയ സന്തോഷമായിരിക്കും എന്നാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പുറത്തുനിന്നൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തോടെ പൊരുത്തപ്പെട്ടൊരു സാധനം ഒരു കുടുംബം തരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആദ്യമായിട്ട് അനുഭവം കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതൊരു ഒരുപാട് സന്തോഷമായി. പിന്നെ എന്താ പറയുക, നോമ്പ് പണിയൊക്കെ തുടങ്ങാനായി. അപ്പോൾ ഏതായാലും വീട്ടിൽ പോയി വന്നിട്ട് ദിയാമോളെ വിരുന്ന് വരവും കൂടി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ, നോമ്പിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ. എന്തായാലും ഇനി ആകെ 10-15 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ആ പണി കൂടി തുടങ്ങാൻ വിചാരിച്ചിട്ടോ. അത് നമ്മൾ അകത്ത് വെക്കുന്ന ഒരു ഫ്ലവറായിരുന്നു കേട്ടോ. ഇത് എന്തോ വെയിൽ ഇടക്ക് തടിച്ചു കൊടുക്കണമായിരുന്നു, പക്ഷേ ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തം കേടുന്നു. ഇനിയും എല്ലാം മണ്ണൊക്കെ ഇളക്കി ആദ്യം മുതൽ കുഴിച്ചിട്ട് ശരിയാക്കി എടുക്കാണ്ട് മൊത്തത്തിലൊരു തളർച്ച. പിന്നെ ആ ചെടീൻ്റെ ഇതാട്ടത് നിധിന്ന് ഒന്ന് അങ്ങോട്ട് കുഴിച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ ഈ ചെടി എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, അത് ഇറച്ചിയിലും ബീഫിലും ചിക്കനിലൊക്കെ ഇടുന്ന സാധനമാണ് അത്ര കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു പരന്ന ഇലയുള്ള ടൈപ്പ്, അത് നല്ല മല്ലി ഇല അല്ലേ, മല്ലിയിലിൻ്റെ അതേ ടേസ്റ്റുള്ളൊരു സാധനമുണ്ട്. അത് എനിക്ക് അനുഭവത്തിൽ അറിയാം. അത് മല്ലിയില ഇടുന്നതിന് പകരം ആ ഇല ഇട്ടാൽ മതി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമായതൊന്നുമില്ല. എന്നാലും ഇറച്ചിയിലും ചിക്കനിലൊക്കെ ഇടണമാണ് അത്ര കേട്ടോ. പിന്നെ ചെടീൻ്റെ ഭ്രാന്ത് നല്ലോണം ഉണ്ട്. ആകെ പൊടിയാണ് കേട്ടോ, തൂണിലും എല്ലായിടത്തും ഭയങ്കര പൊടി മാറാലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ദിവസം തട്ടിയാലും ഇതിനെയാണ് കേട്ടോ അവസ്ഥ. ഇനിയിപ്പോൾ ഇത് കാരണം ഇത്രയും റോഡ് ഇതാണേ, റോഡ് ഇതാണ് പറഞ്ഞിട്ട് റോഡിൻ്റെ ഭാഗമൊക്കെ ഞാൻ അടിച്ച് ക്ലീനാക്കിയതായിരുന്നു. വീണ്ടും പാറി വരാൻ തുടങ്ങി. ഈ റോഡ് ഇങ്ങനെ ഒരു വളവായ കാരണം കംപ്ലീറ്റ് ചപ്പും ചവറും നമ്മളെ വീട്ടിന് ഇങ്ങോട്ട് പാറി വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെടിപ്രാന്താണ് കേട്ടോ, എനിക്ക് ഭയങ്കര ചെടിപ്രാന്താണ്. അപ്പോൾ ആരെങ്കിലും എനിക്ക് ദാനം തരണം ഒരു ചെടി തന്നോളൂ കേട്ടോ. അല്ല സത്യമായിട്ട് ഭയങ്കര ഭ്രാന്താണ് ചെടിക്ക്. പിന്നെ ഈ വാടക വീടായതുകൊണ്ട് ഇങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊണ്ടു നടക്കുക, കാരണം ഇത് കൊണ്ടു നടക്കണമല്ലോ അതെല്ലാം കൂടി. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടോ പൊടി പാറി വൃത്തിയോടായി കിടക്കണം. ഇനി നോമ്പിൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. 3-ാം ദിവസം വീണ്ടും തുടങ്ങും. കണ്ടോ നല്ല പൊടിയാണ്, റോഡ് സൈഡായ കാരണമാണ് അങ്ങനെ. പിന്നെ ആ ചെടീൻ്റെ ഇതാട്ടത് നിധിന്ന് ഒന്ന് അങ്ങോട്ട് കുഴിച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കണം. പിന്നെ ഈ ചെടി എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, അത് ഇറച്ചിയിലും ബീഫിലും ചിക്കനിലൊക്കെ ഇടുന്ന സാധനമാണ് അത്ര കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ ഒരു പരന്ന ഇലയുള്ള ടൈപ്പ്, അത് നല്ല മല്ലി ഇല അല്ലേ, മല്ലിയിലിൻ്റെ അതേ ടേസ്റ്റുള്ളൊരു സാധനമുണ്ട്. അത് എനിക്ക് അനുഭവത്തിൽ അറിയാം. അത് മല്ലിയില ഇടുന്നതിന് പകരം ആ ഇല ഇട്ടാൽ മതി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമായതൊന്നുമില്ല. എന്നാലും ഇറച്ചിയിലും ചിക്കനിലൊക്കെ ഇടണമാണ് അത്ര കേട്ടോ. പിന്നെ ചെടീൻ്റെ ഭ്രാന്ത് നല്ലോണം ഉണ്ട്. ആകെ പൊടിയാണ് കേട്ടോ, തൂണിലും എല്ലായിടത്തും ഭയങ്കര പൊടി മാറാലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ദിവസം തട്ടിയാലും ഇതിനെയാണ് കേട്ടോ അവസ്ഥ. ഇനിയിപ്പോൾ ഇത് കാരണം ഇത്രയും റോഡ് ഇതാണേ, റോഡ് ഇതാണ് പറഞ്ഞിട്ട് റോഡിൻ്റെ ഭാഗമൊക്കെ ഞാൻ അടിച്ച്
ക്ലീൻ ആക്കിയതായിരുന്നു. വീണ്ടും പാറി വരാൻ തുടങ്ങി. ഈ റോഡ് ഇങ്ങനെ ഒരു വളവായ കാരണം കംപ്ലീറ്റ് ചപ്പും ചവറും നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് പാറി വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെടിപ്രാന്താണ് കേട്ടോ, എനിക്ക് ഭയങ്കര ചെടിപ്രാന്താണ്. അപ്പോൾ ആരെങ്കിലും എനിക്ക് ദാനം തരണം, ഒരു ചെടി തന്നോളൂ കേട്ടോ. അല്ല, സത്യമായിട്ട് ഭയങ്കര ഭ്രാന്താണ് ചെടിക്ക്. പിന്നെ ഈ വാടക വീടായതുകൊണ്ട് ഇങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊണ്ട് നടക്കുക, കാരണം ഇത് കൊണ്ട് നടക്കണമല്ലോ അതെല്ലാം കൂടി. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടോ പൊടി പാറി വൃത്തിയേടായി കിടക്കണം. ഇനി നോമ്പിൻ്റെ പണികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. 3-ാം ദിവസം വീണ്ടും തുടങ്ങും. കണ്ടോ നല്ല പൊടിയാണ്, റോഡ് സൈഡായ കാരണമാണ്. അങ്ങനെ പിന്നെ ഈ ചെടി കണ്ടോ, ഇത് എൻ്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ മേലക്ക് പടർന്ന് വരുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് താഴത്ത് കൊണ്ടുപോകും. ആദ്യം ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. മൊത്തത്തിൽ പൊടി പാറിയിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ നനവ് വരുമല്ലോ. ആ നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യമൊക്കെ പൊടി കൂടി പാറുമ്പോൾ പെട്ടെന്ന് ചെളി പിടിക്കുക, വൃത്തിയേടാവും. അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ലാമ ഇവിടെ എണീറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഇനി ഫുഡൊക്കെ കൊടുത്ത് ശരിയാക്കണം. പിന്നെ ഇന്നത്തെ നമ്മളെ ഫുഡ് സിമ്പിൾ ഫുഡാണ് കേട്ടോ, കാരണം നല്ലത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള ടൈമില്ല. അപ്പോൾ തൽക്കാലം അതിന്മേൽ പോട്ടെ. ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം വേഗം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പെട്ടെന്ന് പരിപാടി തീരാനുള്ളത് ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ. ഇവൾക്ക് ഇഷ്ടമായിട്ടില്ല, ഇവൾ മോന്തയും കനപ്പിച്ചിരിക്കണ്ട കേട്ടോ. ഇവൾ ചില സമയത്ത് ഇവൾക്ക് അങ്ങനെ പലഹാരങ്ങളോ അങ്ങനത്തെ ഒന്നും പറ്റില്ല, ചായയും കടിയൊന്നും പറ്റില്ല. അവൾക്ക് ചോറ്, അത് മെയിൻ, അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ മോന്തയും കനപ്പിച്ചിരിക്കണ്ട. നല്ല കുട്ടിയാണ്, ഗുഡ് ഗേളാണ്. അത് ഫുള്ള് കഴിക്കും. ഗെയ്സ് അങ്ങനെയല്ലേ പറയാം മാമി? ഹലോ ഗെയ്സ് കുട്ടി പറയൂ കേട്ടോ. ഇതിപ്പോൾ ശരിയാവും തോന്നുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാക്കകളെ ശല്യം കേട്ടോ, ഭയങ്കര കാക്ക ശല്യം കണ്ടോ. നിൽക്ക് ബേബേ, ഒരു മിനിറ്റ് ഇപ്പോൾ വരാം. കാക്കകൾ ഭയങ്കര കേട്ടോ ഇവിടെ. എന്താണ് കരയണേ? എന്താ സംഭവം? ഇവിടെ താഴത്തേക്കൊക്കെ നോക്കിയിട്ടാണല്ലോ കരയണത്. റബ്ബേ, എന്തെങ്കിലും ഉണ്ടോ? എന്താടി പെണ്ണാണത്രേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ സഹോദരന്മാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.